എന്തൊക്കെയാണ് ശരിക്കും കാര്യങ്ങള്? കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു അഫയർ ഉണ്ട്. അഫയർ ഉണ്ടായതിനു ശേഷം അവളെ ഫോണിലേക്ക് ഫ്രണ്ട് വിളിച്ചില്ലായിരുന്നു മുന്നേ. ഒരു ബോയ് ഫ്രണ്ടാണ്. അതിന്റെ ഞാൻ അങ്ങനെ അവളെ പറ്റി എനിക്ക് ഫുള്ള് നെഗറ്റീവ് ചിന്തകൾ അവളെ പറ്റി എപ്പോഴും ഓളോട് സംസാരിക്കുമ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ടാണ്. അവനായിട്ട് വിളിക്കുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ? ആരായിട്ട് വിളിക്കുന്നുണ്ടോ? ബോയ് ഫ്രണ്ടിനായിട്ട് വിളിക്കുന്നുണ്ടോ ഇല്ലാന്ന് എനിക്ക് എന്റെ മനസ്സിനറിയാം. എനിക്ക് ആ കുട്ടീനോട് വരുമ്പോ ഫുള്ള് നെഗറ്റീവായിട്ട് ഇങ്ങനെ തോട്ടാ വരുന്നത്. അതായത് സുബിന്റെ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. എത്ര നാളായിട്ടുണ്ട്? തുടങ്ങിയതിന്റെ ശേഷം പിന്നെ അതിന്റെ ശേഷം അതിനെ പറ്റി ഇങ്ങനെ കുറെ ഓവർത്തിങ് ചെയ്ത് ഞാൻ വിളിക്കല്ലോ കാര്യങ്ങളുണ്ടോ അതിന്റെയാണ് തുടങ്ങിയത്. അതായത് റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴേക്ക് അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 2 years ആയി. 2 years ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനിടയിൽ ഈ വേറൊരു പയ്യൻ വന്നു. പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു പയ്യനാണ്. പക്ഷെ അത് വന്നപ്പോഴേക്ക് സുബിന് പിന്നെ അവനിങ്ങനെ അവര് തമ്മിൽ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമായി അല്ലേ? വിളിക്കലല്ല എന്റെ അടുത്ത് അതൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ ചിന്തിച്ചാണ്. അവളെ ഫ്രണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം അത് മതി. നമ്മുടെ ഈ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നവും മറ്റു പ്രശ്നങ്ങളും അസുഖങ്ങളും ഫിസിക്കൽ അസുഖങ്ങൾ പോലും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ റിലേഷൻഷിപ്പിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ കുറേയധികം ശ്രദ്ധിക്കാനുണ്ട്. നമുക്കത് വേണ്ട എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണേന് പെരുമാറണമെന്നോ ആക്കി എടുക്കാനായിട്ടൊരു പ്രോഗ്രാം ഭയങ്കര പ്രശ്നമാണ് അല്ലേ? അപ്പൊ അതാണ് സുബിൻ ഇപ്പൊ ഉള്ള പ്രശ്നം. ഓക്കെ, സുബിൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഏത് രീതിയിലായിരിക്കണം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അവളെ നല്ല കെയറിങ് കാര്യങ്ങൾ. ഈ കാര്യം പറയുമ്പോഴേക്കും അവർക്ക് ദേഷ്യമാണ്. ഞാൻ അവളെ വിളിക്കല്ലോ എന്നിട്ട് ഫോണ് കട്ട് ചെയ്ത് പോവുക കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ അതായത് സുബിന് ഡൗട്ട് പോലെ തോന്നുന്നുണ്ടോ? അത് ഈ ഇമാജിനറി ആയിട്ട് ഡൗട്ട് എന്നുള്ള വിഷയത്തിലോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പൊ അത് സുബിന്റെ മാത്രം പ്രശ്നമാണ് അല്ലേ? അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ പെൺകുട്ടി വിളിച്ചാലും അതായത് പെൺകുട്ടി ഈ പിന്നെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും സുബിൻ ഇത് തോന്നിക്കൊണ്ടിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാല് റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും സുബിന് ചിന്തകളുണ്ട്. അവര് വിളിച്ചോ വിളിച്ചില്ലയോ? ചില ടൈമില് വരും. അതായത് അവള് മിസ്സിങ് ആവുമ്പോഴോ അവളുടെ ഫോൺ എൻഗേജ്ഡ് ആവുമ്പോഴോ അവനെ കുറിച്ച് അറിയുമ്പോഴോ അവനായിട്ട് കണക്ഷൻ ഉണ്ടോ? ആര്? അവള് ബ്ലോക്ക് ചെയ്തു. സുബിന് അവനുമായിട്ട് അടുപ്പുണ്ടോ? അടുപ്പവും ഇല്ല, സംസാരിക്കാറുമില്ല. സംസാരിച്ചു. അപ്പൊ അവൻ ഞാൻ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവള് പറയട്ടെ ഒന്നും കേട്ടില്ല. പിന്നെ അതിന്റെ ശേഷം അവള് ഭയങ്കര കരച്ചില് കാര്യങ്ങള്. ഞാൻ ഇങ്ങോട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഊരി അവർക്ക് കൊടുത്ത് അതിന്റെ ശേഷം അവള് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഭയങ്കര തെറ്റിപ്പോയില്ലേ. അവളോ? അവളും അങ്ങനെ. ഇപ്പൊ ഇവിടുത്തെ കഥ എന്ന് പറഞ്ഞാല് അവള് പിന്നെ അവനോടൊക്കെ സംസാരിച്ചാലും അതൊരു ഫ്രണ്ടിന്റെ രീതിയിലാണ് അവള് കരുതായത്. പക്ഷെ സുബിൻ അത് കൂടുതലായിട്ട് അതായത് ആക്ച്വലി സുബിൻ അറിയാം ഈ റിലേഷൻഷിപ്പില് സുബിന്റെ ചിന്തകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിരിക്കുന്നത്. സുബിന് അവളെ അത്രയേറെ പാഷനേറ്റ് ആയിട്ട് ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്ന പോലെ ഞാൻ ആ കുട്ടീനെ ഇപ്പോ എന്തെങ്കിലും പറയോ ഒരു പേടി ഇപ്പൊ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യണമെങ്കിൽ 100% ഉറപ്പാണ്. എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. ഇങ്ങനെ ഓരോ മേജും ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു സാറേ. ഞാൻ ഒരിക്കലും വയറിനൊരു സൂക്കട് വന്നിട്ടായിരുന്നു.
മൂക്കട ഞാൻ ഇതേപോലെ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഈ വയറിന് അവിടെ വേദന ഉണ്ടോ കാര്യങ്ങളൊക്കെ ഞാനൊരു ജിമ്മിന്റെ അടുത്ത് പോയപ്പോ എന്നോട് വെയിറ്റ് കുറവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഇതായി. അപ്പൊ അത് പേടിച്ചു അല്ലെ? എന്തെങ്കിലും അസുഖമാണോ, ക്യാൻസർ ആണോ? എന്തെങ്കിലും ഒരാളെ പെട്ടെന്ന് വരുമ്പോ ഞാൻ നോക്കിയപ്പോ ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോയി ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിൽ അവര് മരിച്ചു പോയോ. അപ്പൊ സുബിനെ ഇത് പ്രശ്നം മുഴുവൻ സുബിന്റെ വിഷയം മാത്രമാണ്. അത് പ്രശ്നം സുബിൻ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, സുബിന്റെ മെന്റൽ പാറ്റേൺ ആണ് പ്രോബ്ലം. അതിപ്പോ സുബിന് ഈ വിഷയത്തിലല്ല, ഭാവിയിൽ വിവാഹം കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടായാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു പാറ്റേൺ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തെടുത്തോളം അത് റീസ്റ്റോർ ചെയ്യാതെ, അതായത് റീപ്രോഗ്രാം ചെയ്യാതെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് അസുഖം വന്നാലും അങ്ങനെയാണ്, ആൾക്ക് ആക്സിഡന്റ് വന്നാലും അങ്ങനെയാണ്, എന്തൊക്കെ സബ്ജക്റ്റ് വീട്ടിൽ ഉണ്ടായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം ഇതിലൊരു ഏറ്റവും വലിയ നല്ലൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ സുബിൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാനും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പിലും പ്രോബ്ലം വരും. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ നിന്നാകണമെന്നില്ല, കുട്ടികളായ പിന്നെ നിങ്ങൾക്ക് ഫാമിലി ലൈഫിൽ കുട്ടികൾ ഉണ്ടായാൽ പോലും പല പ്രശ്നങ്ങൾ, ഈ ഇപ്പൊ കുട്ടികൾക്ക് അസുഖം വന്നാല്, അതുപോലെ തന്നെ ഏറ്റവും അടുത്തവർക്ക് പ്രശ്നങ്ങൾ വന്നാലൊക്കെ ഈ ഒരു പാറ്റേണിന് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുണ്ടല്ലോ കുറേശ്ശെ. മതി. അതായത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒക്കേഷണലി ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന കാര്യങ്ങള് അതിന്റെ റിപ്പീറ്റീഷൻ കൂടാൻ എളുപ്പമാണ്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ആഘാതം വന്നു കഴിഞ്ഞാൽ അതേ ആഘാതം തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മുടെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതിനെ കാര്യമായ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ചെയ്യാവുന്നതിനേലും കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള റീപ്രോഗ്രാമിലേക്ക് തന്നെ പോകണം. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാലേ, നമ്മളുടെ ഇപ്പോ എനിക്ക് തോന്നുന്നു കുറെ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം ഒരു പാറ്റേണിൽ ഇദ്ദേഹത്തിലേക്ക് വന്നു. എല്ലാവർക്കും ഇങ്ങനെ അല്ല കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെയല്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഒരു വ്യക്തിയുടെ പാറ്റേൺ വേറൊരു വ്യക്തിക്ക് അത് തന്നെ ആവണമെന്നില്ല, ഒരേപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോ നോർമലായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നവരും, അതുപോലെ ഈ പാർട്ട്ണർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നവർക്കും പാർട്ട്ണർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നതും ഇതൊക്കെ സ്വാഭാവികമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. പറ്റുന്നവരും ഉണ്ട്, പൊസസീവ്നെസ്സിലൂടെ പറ്റാത്തവരും ഉണ്ട്. പക്ഷെ അത് ആ പൊസസീവ്നെസ് ആണെങ്കിൽ പോലും അതിനകത്ത് മൈൻഡ് വീക്ക് അല്ല എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ടേ പോകുള്ളൂ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ഈ പാർട്ട്ണറെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ബ്രെയിനിൽ, അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞാല് അതൊരു പാത്വേ ഉണ്ടാക്കും, ന്യൂറോൺസ് പാത്വേ ഉണ്ടാക്കിയിട്ട്, അതായത് ആ ഒരു സബ്ജക്റ്റ്, ഒരു ഇൻസിഡന്റ് നടന്നാലും അത് ചിന്തകളായിട്ട് മാറിയിട്ട് ആ ചിന്തകൾ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂറോൺസ് പാത്വേ ഉണ്ടാവും. അപ്പൊ അതൊരു ഫയലാണ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു തവണ ആ തോട്ട് വന്നു കഴിയുമ്പോ അത് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ഇത് നമ്മുടെ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ അല്ലല്ലോ. ഇത് നമുക്ക് ഈ സിറ്റുവേഷൻ ഇതുപോലെ ആണെങ്കിലല്ലേ ഇങ്ങനെ വരിക. അപ്പൊ നമുക്കിത് ഇത്തരം സിറ്റുവേഷനോ ഇതിനപ്പുറത്തെ സിറ്റുവേഷനോ വന്നാലും ഇത് സോൾവ് ചെയ്യാനായിട്ട് ചില മാർഗമുണ്ട്. നമ്മൾ അതിന്റെ റൂട്ടിൽ പോയിട്ടാണ് മാറ്റുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഞാൻ ആദ്യം കേട്ടോ, അപ്പൊ സുബിന് മനസ്സിലാകും ഇത് മാറ്റാൻ പറ്റുമെന്ന്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങനെയാണ് ഈ തിയറി പഠിക്കുക. അതായത് ഏത് വിഷയമാണെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ആക്ഷൻ, ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ സിറ്റുവേഷൻ ഇക്വലന്റ് ആയിട്ട് ഒരു തോട്ട് വരും ബ്രെയിനിൽ. ആ തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബ്രെയിനിലെ ന്യൂറോൺസ് ഒരു പാത്വേ ഉണ്ടാക്കും, ന്യൂറോൺസ് പാത്വേ. അത് ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുണ്ടാക്കും. പക്ഷെ
ഇമോഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു റീപ്രോഗ്രാം ചെയ്ത് അത് ആ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുവാണത്. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറും ബ്രെയിനിൽ. ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ രീതി എന്ന് പറഞ്ഞാൽ, ബോഡിയുടെ നാച്ചുറൽ രീതി എന്ന് പറഞ്ഞാൽ സുഖമാണ്, സന്തോഷമാണ്. നാച്ചുറൽ രീതി സുഖവും സന്തോഷവുമാണ് നാച്ചുറൽ രീതി. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം അവിടെ കിട്ടിക്കഴിയുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വ്യത്യസ്തമായ പ്രോഗ്രാമിന് അത് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പ്രോഗ്രാം അനുസരിച്ച് നമ്മുടെ ശരീരത്തിലൊരു മാറ്റം ഉണ്ടാവും. അതായത് ബ്രെയിനിൽ വരുന്ന ചിന്തകള് ശരീരത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുത്ത് ആ സിഗ്നല് ബോഡിയിൽ വ്യത്യാസം ഉണ്ടാക്കും. ഇനി അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടോ സംഭവിക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം, തലവേദന, ശരീരത്തിലൊരു അസ്വസ്ഥത അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അത് ബ്രെയിന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ബോഡിയിൽ കെമിക്കൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അവിടെ പെയിൻ ഉണ്ടാവും. അതാണ് സ്വിച്ചുകൾ. അതായത് ഇമോഷണലി ഈ ബാലൻസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ അതാണ്. ആ സ്വിച്ചുകൾ ഓണായി കിടക്കുന്നിടത്തോളം ഈ പാറ്റേണും മാറില്ല, ഈ വിഷമങ്ങളും മാറില്ല, ഡിപ്രഷനും മാറില്ല. അപ്പൊ നമുക്കത് ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമ്മുടെ തെറാപ്പികളിലൂടെ ചെയ്യുന്നതൊക്കെ കേട്ടോ. അത് നമ്മൾ ഡീകോഡ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ നോർമൽ കണ്ടീഷൻ അല്ലേ, വേറെ മെഡിസിൻ എടുക്കുകയോ അല്ലാതെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. ഒരു 30 days കൊണ്ട് പൂർണ്ണമായിട്ട് മാറും. 30 days, ഒരു മാസം. അപ്പോ ഇതൊക്കെ ശരിയാക്കാം. നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പൂർണ്ണമായും മാറ്റാം. അപ്പോ താങ്ക് യു വെരി മച്ച് സുബിൻ. താങ്ക് യു. നല്ല നിർദ്ദേശങ്ങൾ തന്നതിനും ഈ പറഞ്ഞത് കേട്ടതിനും നന്ദി.